ഇവർക്ക് BP പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ ഡോക്ടർ. ഇവര് വല്ലാതെ ക്ഷീണിച്ചായിരിക്കുന്നെ. ലോ BP ആയതുകൊണ്ടാ മയങ്ങി വീണത്. ലോ BP യോ? അതെ, ഇവര് മയങ്ങി വീഴുന്നതുവരെ നിങ്ങളെന്നാ ശ്രദ്ധിക്കാതിരുന്നത്? ഞാൻ വരാൻ കുറച്ച് താമസിച്ചിരുന്നെങ്കിൽ ഇവരുടെ ജീവന് തന്നെ ആപത്തായിരുന്നനെ. ഇതുവരെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല ഡോക്ടർ. മേ ബി സ്ട്രെസ്സും ടെൻഷൻ കാരണം BP ഡൗൺ ആയി പോയതാവും. നിങ്ങൾ ഇവരെ വളരെയധികം ശ്രദ്ധിക്കണം. ഓക്കെ ഡോക്ടർ. ഇന്നലെ വരെ കല്ലുപോലെ ഇരുന്നാണല്ലോ ഇവള്. ഇന്ന് ഇവക്ക് പെട്ടെന്ന് എന്തു പറ്റി? അവിടെ നിൽക്കാം. ഇപ്പൊ എന്തിനാ അവളുടെ അടുത്തേക്ക് വരുന്നേ? ഇതുവരെ അവൾ എങ്ങനെ ഇരിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നൊന്നും ആർക്കും നോക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അറ്റ്ലീസ്റ്റ് അവൾ കഴിച്ചോ ഇല്ലയോ എന്ന് ചോദിക്കാൻ പോലും ആർക്കും തോന്നിയില്ലല്ലോ. എന്തിനാ അവളോട് ഇത്രയും ദേഷ്യം? അതിന് മാത്രം എന്ത് തെറ്റാ അവൾ ചെയ്തേ? കാർത്തികയെ സപ്പോർട്ട് ചെയ്തതോ? അതോ നിങ്ങളുടെ വാക്ക് കേൾക്കാതെ അവളെ ഈ വീട്ടിൽ നിർത്തിയതാണോ? വസുന്ധരി കുടുംബത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. രാമും അവള് ചെയ്ത ഒരു ഒറ്റ തെറ്റിൽ നഷ്ടപ്പെട്ടില്ല ഏട്ടാ. കാർത്തിക തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വസുന്ധര വിശ്വസിക്കുന്നുണ്ട്. ഞാനും വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിച്ച് കൂടെ നിന്നിരുന്ന അമ്മ പോലും ഇപ്പൊ വസുന്ധര വിട്ട് അകന്നു നിൽക്കുക. ഇവളുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ പോലും ഇവിടെയുള്ള ആർക്കും ഇഷ്ടമല്ല. ആ ഭക്ഷണത്തെ ഒരു വിഷമായിട്ടാണ് കാണുന്നത്. മനസ്സ് എന്തുമാത്രം വിഷമിച്ചിട്ടായിരിക്കും അവളിങ്ങനെ കിടപ്പിലായത്. ചെല്ല, പോയി നിങ്ങളുടെ ജോലി ചെയ്യാൻ നോക്കാം. അത് കൊള്ളാലോ അബി. വസു സമയത്ത് ഭക്ഷണം കഴിക്കാതെ തല കറങ്ങി താഴെ വീണ അത് ഞങ്ങളെങ്ങനെ കാരണാവുന്നേ? നിർത്തളേമ്മേ, നിങ്ങൾ ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോയി. ഇത്രയും നാള് തന്നെ നിങ്ങളുടെ വാക്കുകളുണ്ട് വസുന്ധര ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. മുതിർന്ന ഒരാളായതുകൊണ്ടാ ഞാനൊന്നും പറയാത്തത്. വസുന്ധരയ്ക്ക് നിങ്ങൾ ഉപകാരം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ദയവ് ചെയ്ത് അവളൊന്നും ഉപദ്രവിക്കാതിരുന്നാ മതി, പ്ലീസ്. ഈ കുടുംബം ഇങ്ങനെ ഒത്തൊരുമയോടെ ഇരിക്കാൻ ഞാൻ മാത്രമല്ല കാരണക്കാരൻ. വസുന്ധരയുടെ സഹായം കൊണ്ട് കൂടെയാ നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഇവിടെ നിങ്ങൾ പ്ലീസ് ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് പോയി തരുമോ? പ്ലീസ് ഗോ.
വസുന്ധര, തനിക്കൊന്നും സംഭവിക്കില്ല. ഇതെല്ലാം നീ കാരണമാടി. നീ എന്ന് ഈ വീട്ടിൽ കാലെടുത്ത് കുത്തിയോ അന്ന് തുടങ്ങിയത് ഓരോ പ്രശ്നങ്ങള്. രാക്ഷസിയായി ഇവക്ക് സപ്പോർട്ട് ചെയ്ത് ദേവതയായി ഏടത്തി പോലും വീണുപോയി. അമ്മയെ പോലെ കാണുന്ന എന്റെ ഏടത്തിയുടെ മുന്നില് എനിക്കിപ്പോ പോകാൻ പോലും പറ്റുന്നില്ല. നീ കാരണം എന്റെ അഭിയേട്ടനും കഷ്ടപ്പെടുക. നീ ഇവിടുന്ന് പോയാ എല്ലാ മാരണവും ഒഴിഞ്ഞു പോവും. ഒരു തെറ്റും ചെയ്യാതെ ഞാൻ എന്തിനു പോകണം? ഞാൻ തെറ്റ് ചെയ്തു എന്ന് തെളിയിച്ചാ അതിനുശേഷം പോകാം. നീ ആയിരക്കണക്കിന് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും നാളും ഈ കുടുംബം അതൊക്കെ ക്ഷമിക്കുകയായിരുന്നു. ഇപ്പൊ വസുവ നിന്നെ സഹിക്കുന്നേ. വസുവിന്റെ കാരുണ്യം കൊണ്ടാ നീ ഇപ്പോഴും ഈ വീട്ടിൽ നിൽക്കുന്നേ. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അഭിയേട്ടനും വസുവേട്ടനും വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളാണ് വിശ്വസിക്കാത്തത്. വസു നല്ലവളായതുകൊണ്ടാ നിന്നെ ഇപ്പോഴും വിശ്വസിക്കുന്നത്. നിന്റെ സ്വന്തം അമ്മയ്ക്ക് പോലും നിന്നെ ഒട്ടും വിശ്വാസമില്ല. വസു ഒരു പാവമായതുകൊണ്ടാ നിന്നെ ഇങ്ങനെ വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ദേവത എന്തിനാ വെറും 5000 രൂപയ്ക്ക് അങ്ങനെയൊക്കെ പറഞ്ഞത്? നിങ്ങളെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്തിനാ അത്രയും വിഷമിച്ചത്? ഞങ്ങൾ വിഷമിച്ചതൊക്കെ സത്യം തന്നെയാണ് ഇളയമേ. പക്ഷേ അത് അബിയോടോ വസുവിനോടുള്ള ദേഷ്യം കൊണ്ടല്ല. അബിയും വസുവും ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കളെ പോലെയാ. നീയും എന്റെ ഇളമയും കൂടി ചേർന്ന് ഈ വീടിനെ കുട്ടിച്ചോറാക്കി. നിങ്ങൾ രണ്ടിനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാതെ ഒരു മനസ്സമാധാനവും കിട്ടില്ല ഈ വീട്ടില്. രണ്ടെണ്ണം ഇറങ്ങിപ്പോ ഇവിടുന്ന്. എവിടെയെങ്കിലും പോയി ചാവ്. ആരോട് നീ പോകാൻ പറഞ്ഞേക്കും? ഇവര് രണ്ടുപേരുമല്ലേ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? നമ്മുടെ അച്ഛന്റെ സഹോദരിയെ എങ്ങനെയാ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ പറയുന്നേ? ഇളയമ്മയോട് ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറയാൻ നിനക്ക് എന്ത് അധികാരമുള്ളത്? കാർത്തിയോട് പോവാൻ പറയാനുള്ള അധികാരം പോലും നിനക്കില്ല. അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ദയവ് ചെയ്ത് എല്ലാവരും കൂടെ വഴക്കൂടാതിരിക്കോ? അല്പം ഒന്ന് സമാധാനിക്കേ പ്ലീസ്. നമ്മളെല്ലാവരെയും കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്ന ഒരാള് ബോധമില്ലാതെ അകത്ത് കിടക്കുക. അവൾ ആദ്യം ഒന്ന് കണ്ണുറക്കട്ടെ. നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിൽ അവളും സന്തോഷത്തോടെ ഇരിക്കും. ദയവ് ചെയ്തൊന്ന് പോ. അവരവരുടെ ജോലി ചെയ്യാൻ നോക്ക്. കിട്ടു വലിയ കള്ളത്തരവാ കാണിക്കുന്നത് ഏട്ടാ. രാവിലെ നമ്മുടെ കൂടെ ഓട്ടോയിൽ വരും, എന്നിട്ട് പകുതി വഴിയിൽ ഇറങ്ങിപ്പോവും. വൈകിട്ട് നമ്മുടെ കൂടെ ഓട്ടോയിൽ വരും, പക്ഷെ അവൻ സ്കൂളിൽ പോകുന്നില്ല. അമ്മയെടുത്ത് പറഞ്ഞാലോ? വേണ്ട കീർത്തി, വീണ്ടും അമ്മയും ആന്റിയും തമ്മിൽ വഴക്കുണ്ടാവും. അപ്പൊ ആന്റിയോട് പറഞ്ഞാലോ? ആന്റിയോടും പറയണ്ട, കിട്ടുചേട്ടനോട് എന്നെ പറയാം. നമ്മൾ പറഞ്ഞാ കിട്ടു അനുസരിക്കോ? കേൾക്കുന്നത് പോലെ പറയാം. ഏട്ടാ അങ്ങോട്ട് നോക്കിയേ. അങ്കിൾ ഓട്ടോ നിർത്തിക്കേ. മതിയാക്ക്. എന്റെ ചേട്ടൻ എന്തിനാ അടിക്കുന്നത്? ഇവൻ നിന്റെ ചേട്ടനാണോ? അതെ. ഇവൻ ഞങ്ങളോട് ബെറ്റ് വെച്ച് കളിച്ചു. ചേട്ടൻ ബെറ്റ് വെച്ചായിരുന്നോ ചേട്ടാ? കാശ് എന്നിട്ട് ബാഗ് എടുത്ത് പൊയ്ക്കോളാൻ പറഞ്ഞു. കാശും തരില്ല ബാഗും തരില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് തല്ലുണ്ടാക്കുക. അതിനാ ഞങ്ങൾ 2 കൊടുത്ത്. എന്റെ ചേട്ടൻ എത്ര തരാനുള്ളത്? 2000 രൂപ. എന്താ കാശ് നീ തരുമോ? എന്റെ കയ്യിലിപ്പോ ഈ 100 രൂപയേ ഉള്ളൂ. ഇത് വാങ്ങിയിട്ട് എന്റെ ചേട്ടനെ വെറുതെ വിട് പ്ലീസ്. പ്ലീസ് എന്റെ ചേട്ടനെ വിട്ടേക്ക്. ഇനി ഒരിക്കലും ബെറ്റ് വെക്കാൻ വരില്ല.
ശരി. ഇവനിനി ഞങ്ങളെ കണ്ണിന് മുന്നിൽ കണ്ടുവരുത്. കൊണ്ടുപോയിക്കോ. ബാഗ് ഇങ്ങ് തന്നെ. ഇതാ വാ ചേട്ടാ. പാടാ പോകാം. എന്തിനാ ചേട്ടാ ബെറ്റ് വെക്കുന്നേ? അത് തെറ്റല്ലേ? ഈ കാര്യം നീ വീട്ടിലാരോടും പറയരുത്. ഇനി ബെറ്റ് വെച്ച് കളിക്കാതിരുന്നാ ഞാൻ പറയില്ല. ശരി, ഞാൻ കളിക്കില്ല. എങ്കിൽ പറയില്ല. ഈ മുറിവിനിപ്പോ എന്ത് കാരണം പറയും? ആന്റി കണ്ട ചേട്ടന് വഴക്ക് പറയില്ലേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞ് മാനേജ് ചെയ്തോളാം. എടാ കിട്ടൂ, അവരുടെ കയ്യിൽ നിന്ന് നല്ലപോലെ കിട്ടിയെന്ന് തോന്നുന്നല്ലോ. അതിന്റെ പാടൊക്കെ മുഖത്ത് കാണാനും ഉണ്ട്. ഇത് തെറ്റാ കീർത്തി, അങ്ങനെ പറയരുത്. ഇവൻ ഇങ്ങനെ തന്നെ കിട്ടണം, അപ്പോഴേ ഇവന് ബുദ്ധി വരൂ. തെറ്റാന്ന് പറഞ്ഞില്ലേ? ഛേ, ഞാൻ ഇവരുടെ അടുത്ത് തന്നെ വന്ന് പെട്ടല്ലോ. വാ ചേട്ടാ പോവാ. ആ വന്നാ മോനെ കിട്ടു. വാ, നിന്നെ കുളിപ്പിച്ചിട്ട് ഞാൻ ജ്യൂസ് എടുത്തു തരാം. ശരി അമ്മേ. ഉണ്ണി, കീർത്തി, ഫ്രഷ് ആയിട്ട് വാ, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം എടുത്തു വെക്കാം. അമ്മ എവിടെ പോയി? അത് അമ്മയ്ക്ക് നല്ല സുഖമില്ല ഉണ്ണി. നിങ്ങളിപ്പോ വല്യമ്മേരെ കൂടെ പോ. അമ്മയ്ക്ക് സുഖമില്ലെന്നോ? ഉണ്ണി, അമ്മയ്ക്ക് എന്ത് പറ്റിയച്ചാ? ഒരു കുഴപ്പമില്ല ഉണ്ണി. പിന്നെന്തിനാ അമ്മ ഇവിടെ കിടക്കുന്നത്? കുറച്ച് കഴിയുമ്പോ എഴുന്നേക്കും മോളെ. അമ്മേ, അമ്മേ എഴുന്നേക്കമ്മേ. അമ്മേ, അമ്മേ, അമ്മേ എഴുന്നേക്കമ്മേ. അമ്മേ കണ്ണു തുറക്കമ്മേ. അമ്മേ, അമ്മേ, അമ്മേ എഴുന്നേക്ക്. അമ്മേ, അമ്മേ. കീർത്തി, ഉണ്ണി, നിങ്ങൾ സ്കൂളിൽ പോയില്ലേ? പോയിട്ട് വന്നതാ അമ്മേ. അമ്മയ്ക്ക് എന്ത് പറ്റിയതാ? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തിനാ ഏട്ടാ എന്റെ കാലൊക്കെ തിരുമുന്നേ? എല്ലാരും എന്താ വല്ലാതിരിക്കുന്ന? രാവിലെ ഏട്ടത്തി ബോധം കെട്ട് വീണില്ലായിരുന്നോ? അത് അഭിയേട്ടൻ കണ്ട് ഡോക്ടറിനെ വിളിച്ചു വരുത്തിയിരുന്നു. ഏട്ടത്തിക്ക് ലോ BP ആണെന്നാ പറഞ്ഞ. പാവം, രാവിലെ മുതൽ അഭിയേട്ടൻ ഏട്ടത്തിയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. വസുന്ധര, ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്കൊന്നുമില്ല ഏട്ടാ, ഇപ്പൊ ഞാൻ നന്നായിട്ട് തന്നെ ഇരിക്കുന്ന. തന്റെ സ്ട്രെസ് കൂടിയെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. താൻ വളരെ വീക്കാണെന്നും പറഞ്ഞു. അയ്യോ, അങ്ങനെയൊന്നുമില്ല ഏട്ടാ. എന്നെ കരുതി ജോലി കളഞ്ഞിട്ട് വീട്ടിലിരിക്കുവാണോ? എന്താ ഏട്ടാ ഇത്? ഏട്ടൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇരിക്ക്, ഞാൻ പോയി ഭക്ഷണം എടുത്തിട്ട് വേഗം വരാം. വസുന്ധര, താനോട് ഇരിക്കേ. താൻ തൽക്കാലം റെസ്റ്റ് എടുക്ക. റെസ്റ്റ് എടുക്കാനും മാത്രം എനിക്ക് എന്ത് സംഭവിച്ചേ? ഞാൻ നന്നായിട്ട് തന്നെ ഇരിക്കുന്നേ. ഏട്ടനാ ആവശ്യമില്ലാത്തതൊക്കെ വെറുതെ ആലോചിച്ചു കൂട്ടുന്നേ. നീ ഞങ്ങളോട് ക്ഷമിക്കണം വസു. എന്തിനാ അമ്മേ? സോറി വസു, ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതിനിപ്പോ എന്താ സംഭവിച്ചേ? നീ തലയിറങ്ങി വിടുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല മോളെ. സത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അയ്യോ ഭാസ്കരേട്ടാ, എനിക്കൊന്ന് തല കറങ്ങി, മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. ഐ ആം വെരി വെരി സോറി എടുത്തി. എന്തിനാക്കി ഇങ്ങനെയൊക്കെ കരയുന്നേ? അതിന് മാത്രം എന്താ സംഭവിച്ചത്?
ഏട്ടത്തിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് ഞങ്ങൾ എല്ലാവരും വല്ലാതെ പേടിച്ചുപോയി. ഞങ്ങൾ നിന്നെ ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞ് അഭി ഞങ്ങൾ എല്ലാരെയും വഴക്ക് പറഞ്ഞു. എന്തിനു ഏട്ട വഴക്ക് പറഞ്ഞ്? എനിക്ക് എന്താ സംഭവിച്ചേ? എണീറ്റോ ചേച്ചി? ഇപ്പോഴാ എന്റെ മനസ്സിന് സമാധാനമായത്. എവിടെ കിട്ടൂ, മാമിക്ക് ശരീരത്തിന് നല്ല സുഖമില്ല. നീ എങ്ങനെയുണ്ടെന്ന് ചോദിക്കേ. ആ അമ്മ. ആ ഇപ്പോ എങ്ങനെയുണ്ട് ആന്റി? ഒരു കുഴപ്പമില്ല കിട്ടു. സ്കൂളിൽ നിന്ന് ഇപ്പോഴാണ് വരുന്നത്. മോനെന്തെങ്കിലും കഴിച്ചായിരുന്നോ? ശരി, വരൂ. ഞാൻ പോയി സ്നാക്സ് ഉണ്ടാക്കിക്കൊണ്ടുവരാം. എല്ലാവർക്കും എന്തൊക്കെയാ വേണ്ടതെന്ന് പറയൂ. നീ റെസ്റ്റ് എടുത്തോളൂ വസു. കുട്ടികൾക്ക് വേണ്ടതൊക്കെ ഭാവന ഉണ്ടാക്കി കൊടുത്തോളൂ. എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് എന്താ ആരും വിശ്വസിക്കാത്തെ? ഏട്ടാ, ഇനി ഒരിക്കലും ഇങ്ങനെ ആരെയും പേടിപ്പിക്കരുത്. ഇനി ഇങ്ങനെ വഴക്ക് പറയില്ലെന്ന് എനിക്ക് പ്രോമിസ് താ. എനിക്ക് ചെറുതായിട്ട് തലകറക്കം വന്നൊന്ന് വീണതിന് എന്തിനാ എല്ലാവരും വഴക്ക് പറഞ്ഞത്? അതന്നെയല്ലേ ഞങ്ങളെയും പ്രശ്നം. മനുഷ്യനാണെങ്കിൽ തലചുറ്റി വീഴുന്നത് സാധാരണ അല്ലേ? നമ്മൾ റോബോട്ടൊന്നും അല്ലല്ലോ ഏട്ടാ. ചേച്ചി, എല്ലാവർക്കും നല്ല ചൂട് കോഫി നമുക്ക് ഉണ്ടാക്കാം. ബസ് നീ റെസ്റ്റ് എടുക്ക്, ഞാൻ പോയി എടുത്തിട്ട് വരാം. ജോലി ചെയ്താൽ വെറുതെ ഇരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ജോലി ചെയ്താലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ. എല്ലാവരും വരൂ. വാ, വാ. വസുന്ധര പറയുന്നത് വസു. സൂക്ഷിച്ച് 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 കല്ലേട്ടാ. ഇവരുടെ റൊമാൻസ് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ വയറ്റിൽ വളർന്ന കുഞ്ഞ് അഖിലിൻ്റെയാണെന്ന് തെളിയിച്ച് ഈ നന്ദിനി ഇവിടുന്ന് പറഞ്ഞു വിടണം. വസുവേട്ടത്തി, വസുവേട്ടത്തി. എന്താ കാർത്തിക? ഇപ്പൊ ഏട്ടത്തിക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. നാളെ നമുക്കൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരാം. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാനിപ്പോ സുഖമായിട്ടിരിക്കുകയല്ലേ. ഏട്ടത്തിക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകണം. സ്കാനിങ് ടെസ്റ്റ് എടുക്കണം. നാളെ പോവേണ്ടത് ഹോസ്പിറ്റലല്ല, കോടതിയിലേക്കാ. കോടതിയിലേക്ക് എന്തിനാ? വിവാഹമോചനത്തിന് വേണ്ടി. നാളെ ഡിവോഴ്സ് വാങ്ങിയ ശേഷം നീ ഹോസ്പിറ്റലിലേക്ക് പോവോ എവിടെയെങ്കിലും പോയി പണ്ടാരടങ്ങുകയോ ചെയ്യും. ഡിവോഴ്സ് എന്തിനാടാ? അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ അച്ഛൻ നീ അല്ലാതെ പിന്നെ ആരാടാ? ആ കുഞ്ഞ് ഈ കുടുംബത്തിന്റെ അവകാശിയായാലും വേറെ ആരുടെ അവകാശിയായാലും നമുക്കറിയേണ്ട കാര്യമില്ല. നാളെ കോടതിയിലേക്ക് പോകുന്നു, ഡിവോഴ്സ് വാങ്ങുന്നു, അത്രേ ഉള്ളൂ. അപ്പോ എന്നെ ഒട്ടും വിശ്വാസമില്ലേ അമ്മയ്ക്ക്? എന്നെ അഭിയേട്ടനും വസുവേട്ടത്തിക്ക് വിശ്വാസമുണ്ട്. അമ്മ എന്താ വിശ്വസിക്കാത്തെ? അവര് നല്ലവരായതുകൊണ്ടാ വീണ്ടും വീണ്ടും നിനക്കൊരു അവസരം തരുന്നത്. എന്നാ ഞങ്ങൾക്കതിൽ താല്പര്യമില്ല. അഭിയും വസുവും പറഞ്ഞാൽ പോലും നിങ്ങൾ വിശ്വസിക്കില്ലേ? അവര് രണ്ടുപേരും മാത്രമല്ല, ഈ കുടുംബം മൊത്തം കാർത്തികയ്ക്ക് എത്ര അവസരം കൊടുത്തതാ. അതിലൊരവസരം പോലും അവള് ശരിയായി ഉപയോഗപ്പെടുത്തിയില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ചെയ്യാത്ത തെറ്റിന് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ട ആവശ്യമുണ്ടോ? ഞാനും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ കാർത്തികേ. എന്നിട്ടും എന്റെ ഭർത്താവ് എന്നെ വിട്ടിട്ട് പോയില്ലേ. നിന്റെ കഥ വേറെയല്ലേ. നിന്നെ കാർത്തികയായിട്ട് എന്തിനാ കമ്പയർ ചെയ്യുന്നേ? ഇനി ആര് എന്ത് പറഞ്ഞാലും ശരി, നാളെ ഡിവോഴ്സ് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാ. അതാരെ കൊണ്ടും തടയാൻ പറ്റില്ല. നന്ദിനി, എന്നെ റൂമിലേക്ക് കൊണ്ടുപോകും.
കേട്ടില്ല വസുവേട്ടത്തി. നിങ്ങളെങ്കിലും പറയൂ ഭാസ്കരേട്ടാ, ഞാൻ തെറ്റ് ചെയ്യാത്തപ്പോ എന്നെ എന്തിനാ ശിക്ഷിക്കുന്നേ? നീ വെറുതെ ടെൻഷൻ ആകണ്ട കാർത്തിക. നമുക്ക് നാളെ കോടതിയിൽ കാണാം. നീ തെറ്റ് ചെയ്തിട്ടില്ലാത്തപ്പോ നിന്നെ ആർക്കും തന്നെ ശിക്ഷിക്കാൻ കഴിയില്ല. നീ പേടിക്കാതിരിക്കുക കാർത്തിക. അബിയും ബസും പറഞ്ഞല്ലോ, നിനക്ക് ഉറപ്പായിട്ട് നീതി കിട്ടൂടി. ഇനി നീ ദൈവത്തെ പോലും പേടിക്കേണ്ട കാര്യമില്ല. എനിക്ക് നിങ്ങളാണ് ആശ്രയം വസുവേട്ടത്തി. നിങ്ങൾ എന്നെ രക്ഷിക്കണം അഭിയേട്ടാ. ഇനിയും കുറച്ചുകൂടി സമയം കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ നാളെ കോടതി വിധിയെന്ന് പറയുന്നു. എന്താ സംഭവിക്കുമെന്നൊന്നും അറിയില്ല.